നമ്മൾ രാവിലെ കോഫിയൊക്കെ വാങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്നിവിടെ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് കടകളൊന്നുമില്ല. ഈ ഒറ്റ കടയെ ഇവിടെ തുറന്നിരിപ്പുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് കോഫിയെല്ലാം മേടിച്ച് നമ്മളിപ്പോൾ നേരെ പോകുന്നത് ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ്, ഒരു രാജ്യത്തോട്ടാണ്. ലിച്ചൻസ്റ്റൈൻ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ ലിച്ചൻസ്റ്റൈൻ യാത്രയിലോട്ട് സ്വാഗതം. അവിടെ ഇവിടെയും ഒന്നോ രണ്ടോ പേരെയൊക്കെ കാണാമെന്നല്ലാതെ ആരുമില്ല. ടൗണിലുള്ള നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ 6 ഡിഗ്രി 5 ഡിഗ്രി അതാണ്. ഫുൾ ഒരു ഫോഗാണ് രാവിലെ. നമുക്കിവിടുന്ന് ഒരു 150 കിലോമീറ്റർ ഡ്രൈവ് കാണും. ലിച്ചൻസ്റ്റൈൻ ഒരു ചെറിയ രാജ്യമാണ്. അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒക്കെ മേടിച്ച് അമ്മയും മോനോട് വരുന്നുണ്ട്. അന്തരീക്ഷം മൊത്തം അങ്ങനെ തണുത്തുറഞ്ഞിരിക്കുക. അവിടെയുണ്ട് ഒരു ബേക്കറി, 2 ബേക്കറി ഇവിടെ തുറന്നിരിപ്പുണ്ട്, ബാക്കിയെല്ലാം അടവാണ്. ഇത് നമ്മുടെ വണ്ടി. ഇനിയിപ്പം നേരെ വണ്ടി എടുക്കാം. നമ്മൾ ഓസ്ട്രേലിയയിലാണുള്ളത്. ഇപ്പൊ നിന്നെ ആലോചിച്ചോളൂ. ഞാൻ ഫേസ്ബുക്ക് ചുമ്മാ നോക്കിയപ്പോഴത്തേക്കും പിന്നെ ഇത് എന്താ 2-ാം തീയതി തിങ്കളാഴ്ച അവധിയാ, മന്ദൻ ജയന്തി എന്തോ ആണോ? അല്ല, അതിപ്പോ അല്ല, ശരിയാ, ഡിസംബർ 2 വേണോ അല്ലേ? അല്ലല്ല, നമ്മുടെ ഉത്സവബലിയുടെ കാര്യാ പറഞ്ഞത്. അന്ന് ലീവല്ലേ? ഇന്ന് സെയിം ഡേ ആയതുകൊണ്ട് ഇവിടെ മൊത്തം ലീവാണ്. ഡിസംബർ 2 ജനുവരിയാ, ശരിയാ, സോറി. വേറെ കൊച്ചു എന്നിട്ട് ഉറങ്ങാൻ പോവാണ്. വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റാത്ത ഒരു ഇതല്ല, ഒന്നിനും കൊള്ളത്തില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു കാലാവസ്ഥ കൂടെ കടന്നു പോയിട്ടില്ല. പക്ഷെ ഇവിടെ വന്നത് വെറുതെ. ഇതാണ് വിന്റർ. ഇവിടുത്തെ വിന്റർ എന്ത് ചെയ്യും? ഇപ്പൊ വിന്റർ കാണണ്ടേ? അപ്പൊ വിന്റർ ഇങ്ങനെ കാണണം. നമ്മൾ കുറെ വെയിലത്തൂടെ ഒക്കെ ഡ്രൈവ് ചെയ്തായിരുന്നു. ആവോ? റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലിച്ചൻസ്റ്റൈനാ. ഒരു അമ്മച്ചി ഇപ്പൊ ക്രോസ് ചെയ്തായിരുന്നു, കണ്ടോ? എത്ര കിലോമീറ്റർ ഉണ്ട് ലിച്ചൻസ്റ്റൈന്? ഇല്ല, അത്ര അടുത്തായി. 300 മീറ്റർ റൗണ്ട് ബോട്ടിൽ നേരെ. ഏത് നേരെയാ? സെക്കൻഡ് എക്സിറ്റ്. ലിച്ചൻസ്റ്റൈനിൽ നമ്മളിപ്പോൾ പെട്രോൾ അടിക്കണ 1.90 ആയിരുന്നു. റൗണ്ട് ബോട്ടിൽ നിന്ന് തേർഡ് എക്സിറ്റ് ആണ്. ലെഫ്റ്റ് അല്ലേ? നിർത്തുന്നില്ലല്ലോടാ. നമ്മളിപ്പോൾ ലിച്ചൻസ്റ്റൈനിലോട്ട് കയറുകയാണ്. ഇപ്പോൾ ഈ യൂ ടേൺ എടുക്കുമ്പോൾ വളരെ സ്പീഡിലൊരു ഒരാൾ, ഇവിടുത്തെ ലോക്കലാണെന്ന് തോന്നുന്നു, ഭയങ്കര സ്പീഡിൽ നമ്മുടെ ആ യൂ ടേണിൻ്റെ ഫേസ് ചെയ്തിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടാണ് വണ്ടി മുന്നോട്ടെടുത്തത്. കാര്യം പുതിയ രാജ്യമാണ്, നമുക്കൊരു എത്തും പിടിയില്ല എങ്ങോട്ടാണ് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കിടപ്പ് റോഡിൻ്റെ എന്നൊക്കെ. അതുകൊണ്ട് നമ്മളങ്ങനെ ലിച്ചൻസ്റ്റൈനിലെത്തി. ക്യാമറ ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ ഇവിടെ. ഇവിടെ 50 100 മീറ്ററില്ല. ഓ, വെയിൽ കണ്ടു കേട്ടോ. നമ്മൾ പലതവണയും ലിച്ചൻസ്റ്റൈനിൽ കൂടി കടന്നു പോയിട്ടുണ്ട്. മേ ബി 3-4 പ്രാവശ്യം ഇതുവഴി കടന്നു പോയിട്ടുണ്ടെങ്കിൽ കൂടി നമ്മൾ കയറിയിട്ടില്ല ലിച്ചൻസ്റ്റൈനിൽ, ഇറങ്ങിയിട്ടുമില്ല. അങ്ങനെ കടന്നു പോയിട്ടേ ഉള്ളൂ. ലിച്ചൻസ്റ്റൈനിലായിരുന്നു ആരോ വന്ന് സൈക്കിളൊക്കെ ചവിട്ടി നടന്നത്, ആണോ? ഏതോ ഒരു യൂട്യൂബർ ഇതുവഴിയൊക്കെ സൈക്കിൾ എവിടെ നടന്നു പോയ ഒരു വീഡിയോ കണ്ടിരുന്നു. 40 പോകുന്നത്. ഹലോ, GZ
നമ്മൾ പാർക്കിങ്ങിൻ്റെ ഇതടിക്കുക. എല്ലാം എത്ര നമ്മൾ കൊടുക്കണ്ടേ? ആരും ഇടുന്നില്ല, എല്ലാം ചുമ്മാ ഇട്ടിട്ടങ്ങ് പോവുക. ആരും പാർക്കിങ് വെച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ആവശ്യമില്ലെന്ന് തോന്നുന്നു. പക്ഷേ നമുക്ക് വിഷയമാണ്, ചിലപ്പം പാർക്കിംഗ് ഫീ ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ പണിയാവും. നമ്മളങ്ങനെ ലിച്ചൻസ്റ്റൈനിലെത്തി, വണ്ടി അവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒന്ന് നടന്ന് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം. ഇതൊരു പബ്ലിക് ടോയ്ലറ്റാണെന്ന് തോന്നുന്നു ഈ കാണുന്നത്. ഇതാ കാസിൽ. ഇത് നമുക്ക് വണ്ടി ഓടിച്ചതിൻ്റെ മേളിൽ ചെല്ലാം. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവാണ്. അപ്പോൾ 1 മണിക്കൂർ ഇത് ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 10 മണിയായി. 11 നമുക്ക് തിരിച്ച് വരണം. നോക്കാം. അവിടെ ഒരു ഇന്ത്യൻ ഫാമിലി നമുക്ക് ടാറ്റയൊക്കെ തരുന്നു. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യക്കാരാ. ഇത് മലേഷ്യയിൽ നിന്ന് വന്നവരാ, തമിഴരാ. അവർ കൈയൊക്കെ ഇങ്ങനെ ടാറ്റയൊക്കെ തന്നവർ പോയി. അവരും കുടുംബസമേതം വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങിയ. ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന ഈ ചെറിയ രാജ്യത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം ജനസംഖ്യയുള്ള, ഏതാണ്ട് 40,000 ആൾക്കാർ മാത്രമാണ് ഇവിടുത്തെ ജനസംഖ്യ. അപ്പോൾ എല്ലാവരും മില്യനേഴ്സ് ആയിരിക്കാം, കോടീശ്വരന്മാർ. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ മെയിൻ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് ദന്തൽ സംബന്ധമായ കാര്യങ്ങളാണ്. ലോകത്ത് 30% ദന്തൽപരമായ സംഭവങ്ങൾ കൊടുക്കുന്നതൊക്കെ ലിച്ചൻസ്റ്റൈൻ്റെ ഈ കൺട്രിയിൽ നിന്നാണ്. ഇവരതിൽ സ്പെഷ്യലൈസ്ഡ് ആണ്. പല്ലുകൾ മാനുഫാക്ചർ ചെയ്യുന്ന സംഭവം ഇവിടെ ഫേമസ് ആണ്. പിന്നെ ഇവിടെ ബാങ്കിങ് ഉണ്ട്. പിന്നെ അതുപോലെ ഫൈനാൻഷ്യൽ കൺസൾട്ടേഷൻസ് ഒക്കെ ഒത്തിരി ഉള്ള ഒരു രാജ്യമാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഈ പ്രിസിഷൻ എക്യുപ്മെൻറ്റ്സ് അങ്ങനത്തെ സംഭവം അതും ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അതിനകത്തൊക്കെ ഇവർ സ്പെഷ്യലൈസ്ഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ലോകത്തിന് സംഭാവന ചെയ്യുന്നത്. പിന്നെ കൺട്രി എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. നമ്മുടെ കോട്ടയം ജില്ലയുടെ അത്രയും പോലും വലുപ്പമില്ലാത്ത വളരെ ചെറിയൊരു രാജ്യം, അതിമനോഹരമായ രാജ്യം. അപ്പോൾ ടൂറിസം ഭയങ്കരമായിട്ടുണ്ട്, വരുന്നുണ്ട് ആൾക്കാർ ഇത് കാണാൻ. പിന്നെന്താണ് ഇവിടെ ഉള്ളത്? ക്ലൈമറ്റും പ്രകൃതിയും ഇതൊക്കെയാണ്. അതൊക്കെ മതിയല്ലോ ഇവർക്ക് കാശിന്. റിച്ചാണ് ആൾക്കാരെല്ലാം. നമ്മൾ യൂറോപ്പിൽ വരുമ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കണ്ടു. ചൈനീസ്, കൊറിയൻസ് അല്ലാതെ ജാപ്പനീസ്, ഇഷ്ടംപോലെ ടൂറിസ്റ്റുകളുണ്ട്. എല്ലാ ഭാഗത്ത് വന്നാലും ഇതുപോലെ ബസ്സിൽ ഇങ്ങനെ വരുന്നതാണ്. ഇതും ഒരു ചൈനീസോ ജാപ്പനീസോ ആ മുഖമുള്ളവരാണ് കൂടുതലും. അവരുടെ ഇഷ്ടംപോലെ പണമുള്ളത് കൊണ്ടല്ലാണല്ലോ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എവിടെ ചെന്നാലും കാണും ഇന്ത്യൻസ്. സ്വിറ്റ്സർലൻഡിൽ ചെന്നാൽ മിക്കവാറും ഭാഗത്തല്ല ഇന്ത്യൻസാണ്. ഇന്ത്യൻസ് ശരിക്കും സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുവാൻ തോന്നുന്നു. എവിടെ ചെന്നാലും കാണാം ടൂറിസ്റ്റുകളെ. നമ്മൾ യൂറോപ്പിൽ വന്ന് സ്വിറ്റ്സർലൻഡിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലോ ഒക്കെ വന്നാൽ ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞ സ്ഥലം വന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. കാര്യം ഇത് ഒരു ചെറിയ നല്ല രസമുള്ള ടൗൺ. ഇങ്ങനെ എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലെ പോലെയും ഉള്ള ടൗണിലുള്ള ആ ഒരു കൂൾ ക്ലൈമറ്റും സൈലൻ്റായിട്ട് ഇങ്ങനെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് നടക്കാം. കോഫിയൊക്കെ കുടിച്ച് ഇടയ്ക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു നൈസ് സിറ്റിയാണ്. അല്ലാതെ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴത്തേക്കും ലിച്ചൻസ്റ്റൈൻ എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തോട്ടിപ്പം
ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് തന്നെ വന്ന് കാണാനും പറ്റിയതായിട്ടൊന്നും ഇവിടെ ഇല്ല. മനോഹരമായ ഭൂപ്രകൃതി കാണാം, അതിപ്പോൾ യൂറോപ്പ് മൊത്തം കാണാം. പക്ഷെ അടുത്താണെങ്കിൽ വന്ന് ജസ്റ്റ് കാണാൻ പറ്റിയ ഒരു രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. ഇപ്പം നമ്മൾ നടന്നു പോകുന്ന ലിച്ചൻസ്റ്റൈനിൽ കൂടാണ്. പ്രത്യേകിച്ച് എനിക്ക് ഇപ്പം ജർമ്മനി കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ കാണാനായിട്ട് എനിക്ക് എടുത്തു പറയാനായിട്ടൊന്നും കണ്ടില്ല. ബ്യൂട്ടിഫുള്ളാണ്, നൈസ്. ഇവിടെ ഒരു അതിൻ്റെ മേളിൽ നമുക്ക് ഒരു കാസിൽ കാണാം. ഒന്നതാണ് ഇവിടെ കാണാനുള്ളത്, ആ കാസിൽ, ആ മേളിൽ. പിന്നെ അതും ഈ പറഞ്ഞ മാതിരി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ കാസിലൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ നമുക്കൊരു അതിനൊക്കെ ഇൻട്രസ്റ്റ് വരും. അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ലൈമറ്റ് ആസ്വദിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുക, എൻജോയ് ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് തിരികെ പോകാമെന്നുള്ളതാണ്. ക്ലൈമറ്റ് അതിശൈത്യം, അടിപൊളി. ഇവിടെ കുറേ ഫൈനാൻഷ്യൽ കൺസൾട്ടേഷനും അതും ഇതുമൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഇവിടെ. അപ്പോൾ അവിടെ ഇവിടെ എല്ലാം ഈ ഇതുപോലത്തെ ബാങ്കിങ് സെക്ടർ കുറേ സംഭവങ്ങൾ ഇവിടെ കാണാം. ഈ ഓഡിറ്റിങ്ങിൻ്റെ ഒക്കെ സംഭവങ്ങൾ. നമ്മളീ കാണുന്ന ബിൽഡിംഗ് സമുച്ചയങ്ങളെല്ലാം വലിയ വലിയ ഇൻ്റർനാഷണൽ ഓഡിറ്റിംഗ് കമ്പനികളുടെ ഓഫീസ് സമുച്ചയങ്ങളാണ്. ഓൾമോസ്റ്റ് ഈ ഭാഗങ്ങൾ മൊത്തം ഇതുപോലത്തെ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണ്. ഇന്നിപ്പം ഒരു പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് എല്ലാം വളരെ സൈലൻ്റാണ്, നിശബ്ദമായിട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഇഷ്ടംപോലെ പാർക്കിംഗ് ലോട്ടുകളും അങ്ങനെ ഒത്തിരി ആൾക്കാർ വന്നു പോകുന്ന, ഉദ്യോഗസ്ഥരൊക്കെ വന്നു പോകുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്ന ഭാഗങ്ങളെല്ലാം, സിറ്റിക്കുള്ളിൽ തന്നെ. നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറായിട്ട് അങ്ങനെ ലിച്ചൻസ്റ്റൈൻ സിറ്റിക്കുള്ളിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇന്ന് സെയിം ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പബ്ലിക് ഹോളിഡേ ആണ് ഇന്നിവിടെ യൂറോപ്പിൽ മുഴുവൻ. അതുകൊണ്ട് എല്ലാം അവധിയാണ്. അതുകൊണ്ട് വളരെ സൈലൻ്റാണ്. കടകളൊന്നും തുറന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ കട തുറന്നാൽ തന്നെ ആണെങ്കിലും നമുക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്നൊന്നും മേടിക്കാൻ പോകുന്നില്ലല്ലോ. എന്തെങ്കിലും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇറ്റലിയിലോ അല്ലെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലോ നമുക്ക് ഇതിലും വില കുറച്ച് കിട്ടും. ഏറ്റവും ബെറ്റർ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. കാരണം ഇവിടെയൊക്കെ എക്സ്പെൻസീവാണ്. ഇത് അപ്പോത്തിക്ക എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സ്റ്റോർ. ജർമ്മൻ സംസാരിക്കുന്ന രാജ്യം തന്നെയാണ് ഇതും. ലിച്ചൻസ്റ്റൈൻ, ഓസ്ട്രിയ, ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഈ 4 രാജ്യങ്ങളിൽ ജർമ്മൻ തന്നെയാണ് ഭാഷ. ചെറിയ സ്ലാങ് വ്യത്യാസങ്ങൾ കാണും. നമ്മുടെ നാട്ടിലെ കോട്ടയം ഭാഷയും തൃശ്ശൂർ ഭാഷയൊക്കെ പോലെ. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. ലിച്ചൻസ്റ്റൈനെ പറ്റി ഒരു ചെറിയ ഹിസ്റ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ലിറ്റിൽ ഹിസ്റ്ററി. വഡൂസ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ലിച്ചൻസ്റ്റൈൻ. പിന്നെ അതുപോലെ തന്നെ ഇത് ജാപ്പനീസിലോ ചൈനീസിലോ എന്തോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്രമാത്രം ഇവിടെ ആ രാജ്യത്തിൽ നിന്ന് വരുന്നവരുടെ ഒരു പ്രസൻസ് ഇവിടെ ഉണ്ട് ആസ് എ ടൂറിസ്റ്റ്. അപ്പോൾ ഡീറ്റെയിൽ അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. വഡൂസ് ആണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ജർമ്മനും ഉണ്ട്, ജർമ്മൻ ഭാഷയുണ്ട്, സ്പാനിഷ് എഴുതിയിട്ടുണ്ട്, ഇംഗ്ലീഷുണ്ട്. ഇത്രയേ ഉള്ളൂ ഈ ഒരു രാജ്യം. വഡൂസ് ക്യാപിറ്റൽ. വൈൻഗാർഡിൽ നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു അടിപൊളി ഒരു പള്ളിയുണ്ട്, കിടിലൻ പള്ളി. യേശു ക്രിസ്തുവിൻ്റെ ബ്ലഡൊക്കെ അതിനകത്തുണ്ടെന്നാണ് വിശ്വാസവും. അങ്ങനെയാണ് അവിടെ ഉള്ളവർ പറയുന്നത്. ഇവിടെ എന്തൊക്കെയോ പരിപാടിയുണ്ട്. ഇവിടെ ഒരു അടിപൊളി പള്ളി കാണാം. ആ പള്ളി കണ്ടപ്പോൾ ഞാൻ ഓർത്താണ്. പള്ളികളൊക്കെ നല്ല ക്ലാസിക്
ലുക്കാണ്. ഭയങ്കര രസമാണ് പള്ളിയൊക്കെ കാണാൻ. അകത്തൊക്കെ നല്ല നൈസ് ഡെക്കോറായിരിക്കും. ഈ സ്റ്റെപ്പ് അടിപൊളിയാണ്, അറിയത്ത് പോലും ഇല്ല നമ്മൾ സ്റ്റെപ്പ് കയറുവാന്ന്. നൈസ്. ഇതെന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഓഫീസോ എന്തോ സംഭവമാണ് ഈ കാണുന്നത്. യെസ്, ഇത് വന്നിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസാണ്, പാർലമെൻറ്റാണ്. ഇവിടെ അവർ എഴുതി വെച്ചിരിക്കുന്നത് ജർമ്മനിയിൽ അവരുടെ സിറ്റിസൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള ഒരു വേർഡിലാണ് എഴുതി വെച്ചിരിക്കുന്നത്, ജർമ്മൻ ഭാഷയിൽ. ഇത് ഇവരുടെ പാർലമെൻറ്റാണ്. എന്തായാലും ഈ ഭാഗങ്ങളിലൊന്നും കാര്യമായിട്ട് വലിയ ആളനക്കങ്ങളൊന്നുമില്ല, വളരെ സൈലൻ്റാണ്. അതുപോലെ പോലീസോ പട്ടാളമോ ആരെയും തന്നെ നമുക്കിവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇപ്പം പാർലമെൻ്റ് ആണെന്നിരിക്കെ ഇവിടെയൊക്കെ ഒരു സെക്യൂരിറ്റിയും കണ്ടില്ല. ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടൗൺ മുഴുവൻ കറങ്ങാം ഇതെടുത്തിട്ട്. ഹായ്. അതിനകത്ത് ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. അത് മുഴുവൻ ഇന്ത്യക്കാരാ. മൊത്തം ഇന്ത്യക്കാരാ. പോകുന്ന സിറ്റി ബസ് ചെറിയ ഇങ്ങനെ ടൂറിസ്റ്റിനെ കൊണ്ടുവന്ന ഒരു സിറ്റി ടൂർ ബസ്സാണ്, ചെറിയൊരിത്. അത് ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുപോകും. അവിടെ അതിനകത്ത് മൊത്തം ഇന്ത്യൻസാണ്, ടൂറിസ്റ്റുകൾ. ഇതിനകത്ത് നമ്മൾ കാണേണ്ട മറ്റൊരു സംഭവം എന്താ, ഇതിൻ്റെ ബാക്ക് സൈഡിൽ കാണുന്ന ആ ഒരു മൂടിക്കെട്ടിയ സ്ഥലം കണ്ടതാ മുഴുവൻ ഫോഗായിട്ട്. അത് ആൽപ്സ് പർവ്വതനിരയാണ്. നമുക്ക് ഇവിടെ നിന്നാൽ കാണാം ആൽപ്സ് മഞ്ഞ് മൂടി കിടക്കുന്നത്. മഞ്ഞിനകത്ത് കുളിച്ച് കിടക്കുക ആൽപ്സ്. ആൽപ്സിനോട് വളരെ ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണ് ലിച്ചൻസ്റ്റൈൻ. ഇവിടെ ഒരു പ്രതിമ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് ജർമ്മൻ ഭാഷയിലാണ്. ഒരു ജോസഫ് എന്ന് പറഞ്ഞൊരു മ്യൂസീഷ്യൻ, ഒരു കമ്പോസറുടെ മകൻ. അദ്ദേഹം മ്യൂണിക്കിലും വേറെ വഡൂസ് അങ്ങനത്തെ പ്ലേസിലൊക്കെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ലിച്ചൻസ്റ്റൈൻകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി അവരിവിടെ സിറ്റിയിൽ ഇങ്ങനൊരു സംഭവം വെച്ചിരിക്കുന്നത്. നമുക്ക് കുറച്ച് മനസ്സിലാവും ഇത് വായിച്ച് നോക്കിയാൽ. മ്യൂസിക് സ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ, റെയിൻ ബർഗർ ഹോസ്. അപ്പം മ്യൂസിക് സംബന്ധമായ സംഭവം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ, മൂത്ത മകനാണ് ഈ വ്യക്തി. അദ്ദേഹവും ഭയങ്കര ജീനിയസ് പ്രൊഫസറായിരുന്നു. അവരെ റെസ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു മെമ്മറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പറ്റിയുള്ള. സായിപ്പുമാർക്ക് നല്ല തണുപ്പും വിറയിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു അപ്പൂപ്പൻ അതിലിങ്ങനെ വിറച്ച് പോകുന്നുണ്ട്. എന്നെ നോക്കി ഒരു ചിരിയും ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കേ ഉള്ളൂ ഈ തണുപ്പെന്ന്. അല്ല, സായിപ്പുമാർക്കും തണുപ്പുണ്ട്. തണുപ്പ് ഫോർ എവരിബഡി. ഇതെന്താ സംഭവം? മദർ മേരിയോ അങ്ങനെ വല്ല സംഭവമാണ്. ഇവിടെയും ഉണ്ടൊരു ഇന്ത്യൻ. നമ്മളങ്ങനെ ദൂരെ ആ കണ്ട ലിച്ചൻസ്റ്റൈനിൽ ദൂരെ കണ്ട ആ പള്ളിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇപ്പം പ്രെയർ കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആൾക്കാർ ഇറങ്ങി ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. നമുക്കതുകൊണ്ട് പള്ളിക്കുള്ളിലോട്ട് ഇപ്പം പോകാൻ പറ്റത്തില്ല, കാരണം മാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടുത്തെ. കണ്ട ആൾക്കാരെല്ലാം ഇവിടുന്ന് പ്രെയർ കഴിഞ്ഞ് പോവുക. കുറേ ആൾക്കാർ പ്രെയർ കഴിഞ്ഞ് വെളിയിറങ്ങി നിന്ന് സംസാരിക്കുന്നു. ഇന്ന് സാറ്റർഡേ അല്ലേ, ഹോളിഡേ ആണ്. പിന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേയും കൂടാണ്. നമ്മളിപ്പോൾ ഒരു ഇന്ത്യക്കാരൻ പയ്യനെ കണ്ടായിരുന്നു, പീയൂഷ്. ബോംബെയിൽ നിന്ന് വന്നതാണ്. അവിടെ ഒരു സിമെൻറ്റ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു, സ്വിറ്റ്സർലൻഡ് ബേസ്ഡ്. അപ്പോൾ അദ്ദേഹം ഒരു യങ് ജെൻറ്റിൽമാൻ. അദ്ദേഹം ജാക്കറ്റൊന്നും ഇടാതെ ഇവിടോട്ട് വന്നത്. തണുപ്പ് കാരണം പുള്ളി ഇവിടുന്ന് ഇപ്പം ഓടി. ആൾ എങ്ങനെങ്കിലും മക്ഡൊണാൾഡ്സിലോ എവിടെയെങ്കിലും കയറി ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഓടി. പോലീസാണ് പോകുന്നത്, പോലീസ്. നമ്മളങ്ങനെ അവിടുന്ന് ആ പള്ളിയെല്ലാം കണ്ട് ഇവിടുത്തെ പാർലമെൻ്റ് എല്ലാം കണ്ട് നമ്മൾ ലിച്ചൻസ്റ്റൈനിൽ നമ്മളിനി തിരിച്ച് പതുക്കെ പിന്നെ നടക്കുകയാണ്.
നമ്മുടെ ആ പയ്യൻ ഇതായിരുന്നു പീയൂഷ്. പുള്ളിക്കാരൻ ഇതൊന്നും ഇട്ടിട്ടില്ല, ഈ ജാക്കറ്റൊന്നും. അത് കാരണം തണുത്തിട്ട് പുള്ളി ഓടുമായിരുന്നു അവിടുന്ന്, ആ പള്ളിയുടെ അവിടുന്ന്. അപ്പം നമ്മുടെ ഒത്തിരി കമ്പനികളിലെ ആൾക്കാരും റെപ്രസെൻറ്റേറ്റീവും ഒക്കെ ഇവിടെ യൂറോപ്പിൽ അടിക്കടി വരുന്നുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായിട്ട്. ലിച്ചൻസ്റ്റൈൻ്റെ ടൂറിസ്റ്റ് ഇൻഫർമേഷനൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് തുറന്ന് കിടക്കുക. നമുക്ക് എന്തെങ്കിലും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഇതിനകത്ത് കയറിയാൽ മതി. നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സൊവനിയർ വാങ്ങാറുണ്ട്. നമ്മളൊരു മാഗ്നറ്റ് എടുത്തു, €6. അതെടുത്ത് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ ഒരു സൊവനിയർ ഷോപ്പിൽ നിന്ന് മോനെ ഇവിടെ സുഷി കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ജർമ്മനിയെക്കാളും വിലയായിരിക്കും. അതുമല്ല സുഷി കഴിക്കേണ്ട ടൈം ആയില്ല. രാവിലെ 10-11 എന്ന് പറഞ്ഞാൽ ഉണ്ട്. ഒരു ഉച്ചയോടെ ആതെ കഴിക്കാൻ പറ്റില്ലടാ, നല്ലതല്ല. അതുപോലെ ഈ ക്ലൈമറ്റിൽ നമ്മൾ ഇടയ്ക്കൊക്കെ കഴിക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ കഴിച്ചു. യെസ് യെസ്. ഇവിടെ ഇങ്ങനെ ഒരു പ്രതിമ ഇങ്ങനെ കിടപ്പുണ്ട്. ഒരു മസിൽ ലേഡി ആകാശത്തോട് നോക്കി ഇങ്ങനെ കിടക്കുന്നു. നമ്മളങ്ങനെ ഈ സിറ്റിക്കുള്ളിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കുവാണ്. നല്ല ക്ലൈമറ്റാണ്, എൻജോയ് ചെയ്ത് നടക്കുന്നു. ഇവിടെ നിന്നാണ് ഈ വണ്ടി കറക്കി കൊണ്ടുവന്ന് ഈ ടൗൺ മുഴുവൻ ഒന്ന് കറക്കി നമ്മളിവിടെ തിരിച്ചുകൊണ്ട് വിടും. ഇതിൻ്റെ സെൻറ്ററാണ്. ഇവിടെയാണ് വണ്ടികളെല്ലാം വന്ന് ടൂറിസ്റ്റർ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ എല്ലാം കറങ്ങുന്നത് ലിച്ചൻസ്റ്റൈനിൽ. നമ്മളിനി ഇവിടെ നിന്ന് നേരെ പോകുന്നത്, ഇപ്പം നമ്മൾ 2 മണിക്കൂറായിട്ട് ഇവിടെ കറങ്ങുമായിരുന്നു. ഇനി നമ്മളിവിടെ നേരെ പോകുന്നത് സ്വിറ്റ്സർലൻഡിലാണ്, ജൂറിക്ക്. ഈ ഒരു വണ്ടി നമുക്ക് ഇതിനകത്ത് കറങ്ങുന്നതിന് ഒരാൾക്ക് 12 ഫ്രാങ്കാണ്. 12 ഫ്രാങ്ക്, ദാറ്റ് മീൻസ് അറൗണ്ട് സൗദി റിയാൽ പറയുകയാണെങ്കിൽ 15-60, നിയർ അബൌട്ട് 60 റിയാൽ. ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ കറക്കി തിരിച്ചിവിടെ കൊണ്ടുവരും. അപ്പം 3 പേര് കയറുവാണെങ്കിൽ 180 റിയാൽ. നമ്മൾ കാറിൽ ഇങ്ങനെ കറങ്ങിയാൽ മതി, ഇത്തെ കറങ്ങണ്ട. നമ്മൾ കാറിൽ വന്നിരിക്കുന്നതുകൊണ്ട് എവിടെ വേണേലും കറങ്ങരുതോ. ഈ മലയുടെ മേളിൽ പോകണേ മലയുടെ മേളിൽ പോകാം, തിരിച്ചു വരാം. ഇതിനകത്ത് ഏതൊക്കെ ഉൾഗ്രാമങ്ങളുണ്ടോ അവിടെയൊക്കെ പോകാം. അങ്ങനൊരു ഗുണമുണ്ട് നമ്മൾ സ്വന്തം വണ്ടിയെ വരുമ്പോൾ. അതുകൊണ്ട് ഏത് ഉൾഗ്രാമത്തിൽ വേണമെങ്കിലും നമുക്ക് പോകാം. സിറ്റി മുഴുവൻ നമ്മളിപ്പം കറങ്ങിയായിരുന്നു വണ്ടിയിൽ. ഒരു അരമണിക്കൂർ കൊണ്ട് ഇത് മുഴുവൻ കറങ്ങിയെടുക്കാം. ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമ്മൾ നേരെ സ്വിറ്റ്സർലൻഡിൽ പോകുന്നു. നമ്മളിപ്പോൾ ആ കാസിൽ ലക്ഷ്യമാക്കി ഡ്രൈവ് ചെയ്ത് പോവാണ്. ഓ, ഒരു പൂച്ചക്കുട്ടി വരുന്നുണ്ട്, പറന്നാ വന്ന്. ഇതാ പോകുന്നു, ഭയങ്കര ഫാസ്റ്റിലാ വന്ന്. നമ്മളാ കയറ്റം കയറി ആ മലയിലോട്ട് പോവാ. റൈറ്റ് കാണിച്ചിരിക്കുന്ന അവിടെ കണ്ടോ? ആ, ബോർഡ്. അതെന്താ? കാസിൽ ആണോ? ഇവിടുന്ന് റൈറ്റ്. ഒരനക്കമില്ല. ഇതിനകത്തൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ നോക്കി ആരുമില്ല സ്ട്രീറ്റിൽ. ഇതിനകത്തൊക്കെ ആൾക്കാരുണ്ട്. അതാണ് യൂറോപ്പിലെ ഒരു പ്രത്യേകത. നമ്മളങ്ങനെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു ആ കാസിലിൻ്റെ പാർക്കിങ്ങിൽ. അവിടുന്ന് ഒരു 150 മീറ്റർ മാറിക്കൊണ്ട് വേണം പാർക്ക് ചെയ്യാൻ. ഈ കാട്ടിനകത്ത് ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിപ്പം എന്നിട്ട് ഇനി നമ്മൾ നേരെ കാസിലിന് അങ്ങോട്ട് പോവാം. നമ്മൾ ആ കാസിലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ഇപ്പം. ഇതാണ് ലിച്ചൻസ്റ്റൈനിലെ പ്രസിദ്ധമായ കാസിൽ. ഇത്ര
കാഴ്ചയാണ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൽപ്സ് പതുക്കെ പതുക്കെ ഐസ് വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു മാസത്തിനുള്ളിൽ മേ ബി 15 ഡേയ്സിനുള്ളിൽ മൊത്തം ഐസായിരിക്കും. ഈ ഒരു ഭംഗി കാണാൻ വേണ്ടിയാണ് ശരിക്കും നമ്മളിപ്പോൾ ഈ കയറ്റം കയറി വന്നത്. ഇത്ര നേച്ചർ ബ്യൂട്ടിയാണ് ഇവിടെ നിന്ന് കണ്ടിങ്ങനെ നിൽക്കാൻ തന്നെ ഒരു ഭംഗി തന്നെയാണിത്. ഇപ്പോൾ ഈ കാണുന്ന ഐസ് അതിൻ്റെ ടോപ്പിലൊക്കെ വന്ന് ഒഴിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ആൽപ്സ് ഒരു മാക്സിമം ഒരു 15 ദിവസം കൊണ്ട് മൊത്തം ഐസാവും. ഐസിനകത്ത് ഇത് മൂടും മൊത്തം. അപ്പോൾ ഇവിടെ കൊടും തണുപ്പായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിച്ച്, മേഘം ആ മലയ്ക്ക് താഴെ കൂടാ പോകുന്നത് കണ്ടോ. അതിന് മുകളിലൊക്കെ വീടുകളുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ഇങ്ങനൊരു വിവരം കിട്ടിയത്. നമ്മൾ ഇവിടം വരെ വന്നപ്പോഴത്തേക്ക് അവിടെ സെക്യൂരിറ്റി ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ താമസിക്കുന്നുണ്ട്. സാധാരണ ക്യാസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുമായിരിക്കും. നമുക്ക് എൻട്രി ഫീസൊക്കെ ഉണ്ട്, അതിനകത്ത് കയറാം. ഇതിനകത്ത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ അങ്ങനെയുള്ള ഏറ്റവും VIP ആരോ ഇതിനകത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാൻ പറ്റില്ല. ഇവിടം വരെയൊക്കെ വന്ന് നിൽക്കാം. എന്നിട്ട് നമുക്ക് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് നമുക്ക് പോകാം. ഇതാ ഇഷ്ടംപോലെ ഇന്ത്യൻസിനെ കണ്ടോ ഇവിടെ താഴെ. ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട് ഇവിടെ. നോർത്ത് ഇന്ത്യൻസ് കൂടുതലും. അതൊരു ആപ്പിൾ മരമാണ്. അത് ആപ്പിൾ കിടപ്പുണ്ട് കണ്ടോ. ആപ്പിൾ കിടക്കുന്നുണ്ടോ. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലം. ചുറ്റിനും ഇന്ത്യൻസ്. പല രാജ്യങ്ങളിലെ വണ്ടിയിലാണ് വന്നിരിക്കുന്നത്. ചിലർ ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ളത് കണ്ടു. ഇത് ഇന്ത്യൻസ് ആണോ? ഇത് ഇന്ത്യൻസ് അല്ല. നമ്മളെ പാർക്കിംഗ് കണ്ടത് മൊത്തം ഇന്ത്യൻസാണ്. നമ്മളങ്ങനെ ലിച്ചൻസ്റ്റൈനോട് വിട പറയുകയാണ്. 2-2.5 മണിക്കൂർ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ സ്വിറ്റ്സർലൻഡാണ്. ഒരു 1.5 മണിക്കൂർ ഡ്രൈവ്. 1.5 മണിക്കൂർ ഉണ്ടോ? 1.5 മണിക്കൂർ ഡ്രൈവ്. കാലാവസ്ഥ രാവിലത്തെക്കാളും ബെറ്ററായി. നമുക്കിപ്പം കുറച്ചുകൂടെ ഫോഗിൻ്റെ ആ ഒരു പ്രശ്നം കുറച്ചൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി അറിയില്ല, വഴിയിലോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ ഇനി അടുത്ത കാലാവസ്ഥ എങ്ങനെ ആയിരിക്കും. ആൾക്കാരെല്ലാം താഴെ നിന്ന് നടന്ന് കയറി വരുന്നവരും ഉണ്ട്. പക്ഷെ ഇച്ചിരി കട്ടിയാണ് കയറ്റം. അപ്പം നടന്നു വരുന്നവരെയൊക്കെ സമ്മതിക്കണം. നല്ലൊരു എക്സസൈസാണ്. നല്ല സ്പീഡിലാണ് കയറി വരുന്ന ആൾക്കാർ. ഇവിടെയുള്ള ലോക്കൽസ് ആയിരിക്കും. അവരുടെ സ്ഥിരം റൂട്ടല്ലേ. നമ്മൾ ആ കാസിലോട്ട് പോയത് കുത്തനെ ഒരു കയറ്റമായിരുന്നു. വലിയൊരു കുന്നിൻ്റെ മുകളിലായിരുന്നു ആ കാസിൽ ഉള്ളത്. അവിടെ നമ്മൾ തിരിച്ച് വളരെ കുത്തനെയുള്ള ഇറക്കത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ സൈക്കിളിൽ ഇവർ മേളിലോട്ട് കയറി വരും വണ്ടിയിൽ സൈക്കിൾ വെച്ചുകൊണ്ട്. എന്നിട്ട് തിരിച്ച് വളരെ ഫാസ്റ്റിൽ ഇവർ സൈക്കിളിൽ താഴോട്ട് ഇറങ്ങി കുതിച്ച് പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഈ സൈക്ലിംഗ് ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം അവർക്കാണ് പ്രയോറിറ്റി. അപ്പോൾ അവർ സ്പീഡിലാണോ എങ്ങനെ വരുന്നതെന്നും അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു പ്രശ്നമല്ല. നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. കാര്യം അതെല്ലാം ഇവിടെയുള്ള ആൾക്കാരായിരിക്കും, കൂടുതലും ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ആസ് എ ഫോറിനർ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ റൂട്ടിലൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ. അങ്ങനെ ഒരു കെയറിങ് നമുക്ക് എപ്പോഴും യൂറോപ്പിലുണ്ടായിരിക്കണം.
പ്രാദേശികവാസികൾക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി. യൂറോപ്പിൽ എവിടെയും സൈക്കിള് ചവിട്ടി പോകുന്നവർക്കും കാൽനട യാത്രക്കാർക്കുമാണ് എപ്പോഴും പ്രയോറിറ്റി ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അവരെ ശ്രദ്ധിച്ച് തന്നെ വേണം ഇവിടെ എപ്പോഴും വണ്ടി ഓടിക്കാൻ. നമ്മളിപ്പോൾ ഉള്ളത് ലിച്ചസ്റ്റൈൻ്റെ ബോർഡറിലാണ്, സ്വിറ്റ്സർലൻഡ് ബോർഡർ. ആ ബോർഡർ ക്രോസ് ചെയ്യുകയാണ് നമ്മളിപ്പം. ഈ ഒരു പാലം കടന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ബോർഡർ കടക്കും. നമുക്കിതിനിടയിൽ ഇവിടെ എവിടെയോ ഒന്ന് വഴി തെറ്റിയ പോലെ തോന്നുന്നു. എവിടെയോ ഒന്ന് തിരിച്ച് കയറേണ്ടതായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ റൈറ്റ് ട്രാക്കിലാണ്. ഇനിയിപ്പോൾ അടുത്തത് സ്വിസ് ബോർഡറാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ സ്വിറ്റ്സർലൻഡ് കയറിയോ? ഇവിടെ 7.2 കിലോമീറ്റർ. ഇനി ഞാൻ ഇതൊക്കെ നോക്കിയേ പോകുന്നുള്ളൂ. ഇത് കറക്റ്റ് ആണോ? ആൽപ്സ് എങ്ങനെ കിടക്കുന്നുണ്ടോ? ഇനി അങ്ങോട്ട് ഐസാകാനായിട്ടുള്ള റെഡി ആവുക. ഐസായി കഴിഞ്ഞാൽ ഈ പുല്ലും കില്ലും എല്ലാം പോകത്തില്ലേ മൊത്തം? ഐസ് വന്ന് മൂടി പക്ക ഐസായി മാറും അവിടെ. ഐസിൻ്റെ കുന്ന് ഫുബാക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം 1000 മീറ്ററിൽ. നമ്മളിപ്പം ഓൾറെഡി ലിച്ചൻസ്റ്റൈനിൽ നിന്ന് നമ്മളിപ്പോൾ ഓൾറെഡി സ്വിറ്റ്സർലൻഡിലോട്ട് കയറി. നമ്മളിനി ഓസ്ട്രിയ ടച്ച് ചെയ്യുന്നുണ്ടോ ഇതിനിടയിൽ? ഇല്ല. ഇങ്ങോട്ട് നമ്മൾ ഓസ്ട്രിയ ടച്ച് ചെയ്തായിരുന്നു. എനിക്കൊന്ന് സ്വിറ്റ്സർലൻഡുകാരുടെ വലിയ പൈസക്കാരെല്ലാം ഇവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇല്ലേ? യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഉണ്ടോ ഇവിടെ ഈ സ്ഥലം? കിലോമീറ്ററാണ് സ്ട്രൈറ്റ്. അമ്മ എന്തെടുക്കാനാ പറഞ്ഞു? ഒരു ട്രെയിൻ കിട്ടി. സ്വിസ് ട്രെയിൻ അല്ലേ ഇത്? ഈ ട്രെയിൻ ഇപ്പോൾ ഇതുവഴി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സൂറിക്കിലോട്ടുള്ള റൂട്ടാണ് ലിച്ചൻസ്റ്റൈനിൽ നിന്ന്. അതിൻ്റെ റൈറ്റ് സൈഡിൽ ബ്യൂട്ടിഫുള്ളായിട്ടൊരു തടാകം കാണാം. നമ്മളവിടെ ഇറ്റലിയിൽ ഏതായിരുന്നു? ലുഗാനോ, കോമോ പോലത്തെ. സ്വിറ്റ്സർലൻഡിലാണ് ലുഗാനോ. ഇവിടെ കോമോ ഇറ്റലിയിലെ. ഇവിടെ ഇപ്പോൾ ഇച്ചിരി തണുപ്പ് കൂടി വന്നിട്ടിരിക്കും. കവർ ചെയ്ത് ഇങ്ങനെ ഒരു ടണ്ണ് കഴിയുമ്പോൾ അടുത്ത ടണ്ണ്, അത് കഴിയുമ്പോൾ അടുത്ത ടണ്ണ്. നമ്മൾ ഈ റൂട്ടിൽ കൂടെ വന്നിട്ടുണ്ടോ നേരത്തെ? ഇതൊരു പുതിയ റൂട്ടാണ് നമ്മൾ വരുന്നത് അല്ലേ? ഭയങ്കര രസമുള്ള ഒരു റൂട്ടായത്. ഓപ്പോസിറ്റ് ലേക്കിനപ്പുറം ആ കുന്ന് മുഴുവൻ തുറന്നാ വന്നിരിക്കുന്ന ആട്ടാണത്. ഇവിടെ ഓവർടേക്ക് ചെയ്ത ആൾക്കാർ പോകുന്നുണ്ട്. എൺപതാ ഇവിടെ, 100 പോകുന്നു. യൂറോപ്പിൽ വണ്ടി ഓടിക്കുമ്പോൾ അനുസരിച്ച് ഓടിക്കും നമ്മൾ. വളരെ അനുസരണ മനോഭാവം വേണം. ഇല്ലെങ്കിൽ വല്ല പെനാൽറ്റി കിട്ടിയാലോ. പറയാനല്ല, ഭംഗിയെ പറ്റി പറയാനാണ്. ഒരു രക്ഷയില്ല. പൊതുവായിട്ട് യൂറോപ്പിലെ ഹൈവേസ് എല്ലാം ഈ 2 ലൈനായിരിക്കും. പക്ഷെ വളരെ നൈസായിട്ടുള്ള റോഡുകളായിരിക്കും. ആ റോഡിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ പറയുന്നത് തന്നെ വളരെ സ്ട്രോങ്ങും
അത്ര സ്മൂത്തും ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ ഭാഗങ്ങളിലും ഓരോ ടൈപ്പ് ഓഫ് ഗ്രിപ്പാണ് ഈ റോഡുകൾക്കെല്ലാം കൊടുത്തിരിക്കുന്നത്. യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കരമായ രീതിയിൽ ആ റോഡിൻ്റെ കിടപ്പും അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും കൊണ്ട് ഭയങ്കരമായ കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. എത്ര തിരക്കുണ്ടെങ്കിലും ഈ 2 ലൈനിൽ കൂടെ ആയിരിക്കും ആൾക്കാർ പോവുക. ആരും ആരെയും ഓവർടേക്ക് ചെയ്യാനോ ഹോൺ അടിച്ച് ബഹളം വെക്കാനോ ഹെഡ്ലൈറ്റ് അടിക്കാനോ ഒന്നും വരില്ല. വളരെ റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ആണ് ഞാൻ യൂറോപ്പിൽ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യൂറോപ്പ് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ യൂറോപ്പിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് യൂറോപ്പിലെ ഏത് രാജ്യങ്ങളിലും നമുക്ക് ഡ്രൈവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ യാത്ര സ്വിറ്റ്സർലൻഡ് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഇനിയുള്ള പുതിയ നമ്മുടെ കാഴ്ചകൾ, പുതിയ യാത്രകൾ അതൊക്കെയായിട്ട് പുതിയ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.